ശക്തമായ മഴയിലും വെള്ളപ്പൊക്കത്തിലും പത്തനംതിട്ട ജില്ലയിലെ കാർഷിക മേഖലയിൽ വൻ നാശനഷ്ടം. ഓണവിപണി ലക്ഷ്യമാക്കി കൃഷി ഇറക്കിയ കർഷകർക്കാണ് ഏറെ നഷ്ടം നേരിട്ടത്. കോഴഞ്ചേരി പഞ്ചായത്തിലെ മേലുകര സ്വദേശി അശോക് ഗോപിനാഥിന്റെ കൃഷിയിടത്തിലെ 500-ലധികം കുലച്ചേർത്ത വാഴകളും കപ്പ കൃഷിയുമാണ് വെള്ളപ്പൊക്കത്തിൽ നശിച്ചു പോയത്. ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടായതായി അശോക് ഗോപിനാഥ് പറഞ്ഞു. കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്ക് മുമ്പ് പത്തനംതിട്ട ജില്ലയിൽ അതിശക്തമായിട്ടുണ്ടായ മിന്നൽ ചുഴലിയിലും കാറ്റിലും മഹാപ്രളയത്തിന് സമാനമായിട്ടാണ് റാന്നിയിലും ആറന്മുളയിലും പ്രളയമുണ്ടായത്. ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ 2018 മഹാപ്രളയത്തിന് ശേഷം ഈ മേഖലയിൽ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പെടാപ്പെടുന്നവരുടെ മേലിലാണ് വീണ്ടും ഒരു ഇടുത്തി കണക്കെ ഈ പ്രളയം ഇപ്പോൾ ഒഴുകിത്തീർന്നിട്ടിരിക്കുന്നത്. നമ്മളോടൊപ്പം ചേരുന്നത് കോഴഞ്ചേരി മേലുകര സ്വദേശി അശോക് ഗോപിനാഥാണ്. അദ്ദേഹത്തിന്റെ കൃഷിയിടത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. സ്വകാര്യ ബാങ്കിൽ നിന്നും മറ്റുമൊക്കെ പലിശയൊക്കെ കടമെടുത്താണ് അദ്ദേഹം ജീവിതത്തിലേക്ക് ഈ കൃഷിയാണ് അദ്ദേഹത്തിന്റെ മുഖ്യ വരുമാന മാർഗം. ഓണം വിപണി ലക്ഷ്യമാക്കി ഏക്കർ കണക്കിന് ഇറക്കിയതാണ് കപ്പയും ഏത്തവാഴ കൃഷിയും. എന്താണ് അജയ് ഇപ്പം പറയാൻ? എന്താ നിസ്സഹായാവസ്ഥയാണ് ഇത് കാണുമ്പോൾ. കയ്യിലെ കാശ് എല്ലാം നമ്മള് കാർഷിക വായ്പ എടുത്ത് ഇത് കൃഷി ചെയ്തതാണ്. 2018 ഇതേ അനുഭവമായിരുന്നു. പക്ഷെ അത് എൻ്റെ വീടിനോട് ചേർന്നുള്ള എൻ്റെ സ്ഥലത്ത് തന്നെയായിരുന്നു. ഇത് ഞാൻ പാട്ടത്തിന് വെള്ളം കയറലില്ലെന്ന് വെച്ചാൽ പാട്ടത്തിനെടുത്ത സ്ഥലമാണ്. ഈ ഓണ വിപണിക്ക് 250 ഏത്തവാഴ നമുക്ക് കാണാം, പകുതി മുക്കാൽ വിളഞ്ഞാണ്. പക്ഷേ ഇപ്പൊ ഏത്തവാഴയ്ക്ക് നല്ല വിലയുമുണ്ട്. നേന്ത്രക്കായ്ക്ക് 80-90 രൂപയുണ്ട്. പക്ഷെ ഞാൻ അതെല്ലാം പ്രതീക്ഷിച്ചു അടുത്ത ആഴ്ചയാകുമ്പോൾ ഓണമായി. കാരണം നമുക്ക് ഇച്ചിരി കാശ് കിട്ടുന്നതാണ് ഈ ഓണ സീസണിലാണ് ഏതുകൾ. പക്ഷെ ഈ മഹാപ്രളയം നമ്മൾ പ്രതീക്ഷിക്കാതെ മരച്ചീനിയാന്നേൽ വിളഞ്ഞ് ഇതായതാ, പറിക്കാറായതാ. അപ്പൊ നമ്മളിങ്ങനെ വെള്ളം ഇപ്പൊ നല്ല വിലയുണ്ട്. 60 രൂപ 50 രൂപ 60 രൂപ വിലയുണ്ട്. അപ്പം ഇത് പറിക്കാനൊക്കെ ആയിട്ട് ആൾക്കാരൊക്കെ കൊണ്ട് കാണിച്ച വിലയിൽ ഒരു കച്ചവടക്കാരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒറ്റ രാത്രിയും കൊണ്ട് എല്ലാം ഇല്ലാതായി പോയതുപോലായി. കഴിഞ്ഞ ഓഗസ്റ്റ് 1-ാം തീയതി ഉണ്ടായ വെള്ളപ്പൊക്കത്തിൽ കാരണം ഞാനിവിടെ വന്നു. അന്നേരം ഇവിടെ വന്ന് ഞാൻ എൻ്റെ കൃഷിയിടത്തിൽ ആദ്യം വരുന്നത്, വീട്ടിൽ വെള്ളം കയറുന്ന എന്നാലും ഞാൻ ആദ്യം ഇവിടെ വന്നു നോക്കുമ്പോൾ ഇതിൻ്റെ അത് അരുന്നീ വെള്ളമായി. അപ്പം കപ്പ പറിക്കാനൊന്നും പറ്റിയില്ല. അപ്പം പിന്നെ നമ്മൾ ഇട്ടിട്ട് അങ്ങ് നേരെ വീട്ടിലോട്ട് പോയി വീട്ടിലെ സാധനങ്ങളെല്ലാം മാറ്റാൻ വേണ്ടി അവിടെയും വന്നു പ്രളയജലം കയറി വന്നു. പിന്നെ രക്ഷാപ്രവർത്തനം, ഞാൻ ഇവിടുത്തെ എലത്തൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ്, ചെറുവൽ ഡിവിഷനിൽ നിന്ന് ജയിച്ചാണ്. അപ്പം ആ ഭാഗത്തു നിന്നും എല്ലാം വിളി വന്നു ഇതുപോലെ വെള്ളം വന്നപ്പോൾ. അപ്പം നമുക്ക് പിന്നെ പെട്ടെന്ന് നമ്മുടെ വെള്ളം ഉണ്ടായിരുന്നു, അത് കയറി എത്തിപ്പെടാനും പറ്റിയില്ലെങ്കിലും നമ്മൾ മറുകരയിൽ നിന്ന് വേണ്ട സഹായങ്ങൾ റെസ്ക്യൂ ഓപ്പറേഷന് വേണ്ടിയുള്ള MLA ആയിട്ട് ബന്ധപ്പെട്ട് ജനപ്രതിനിധികൾ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശിവരണ്ണാമലയെ വിളിച്ചു. അവരെല്ലാം വന്ന് മറ്റു മേഖലയിലെല്ലാം കാരണം നമുക്ക് എന്താ അശോകന്റെ എല്ലാം നഷ്ടപ്പെട്ടാലും ജനങ്ങൾ നമ്മൾ സേഫ് ആക്കുക എന്നുള്ള രീതിയിൽ നമ്മൾ എല്ലാവരെയും വിളിച്ച് അവര് വന്ന് എല്ലാവരെയും വളത്തേലാന്നേലും സാധനങ്ങൾ 2-ാം നിലയിൽ മേലോട്ട് കയറ്റാനാണേലും നമ്മൾ കൂടെ നിന്ന് എല്ലാവരും കൂടെ നിന്ന് നല്ലപോലെ പ്രയത്നിക്കുമായിരുന്നു. ഈ സമാനമായി ഇവിടെ ഏതൊക്കെ പ്രദേശങ്ങൾ ഇതുപോലൊക്കെ ബുദ്ധിമുട്ട് അനുഭവത്തിലുണ്ട്? ചെറുവൽ പഞ്ചായത്തിന്റെ 1-ാം വാർഡും 2-ാം വാർഡും പ്രളയത്തിൽ ഇതുപോലെ കർഷകർ, ഞാൻ അവിടെ പോയി അവരുടെ സങ്കടങ്ങൾ കേൾക്കുമായിരുന്നു. അവരുടെ കർഷകർ ഇതുപോലെ ഓണത്തിന് വേണ്ടി വിപണിയിൽ കണ്ട കൃഷിയായിരുന്നു അത്, അവരെല്ലാം നശിച്ചു പോയി. അതുപോലെ കീഴുകരയുണ്ട്, നമ്മുടെ 14-ാം വാർഡും 1-ാം വാർഡും കൂടെ ചേരുന്നിടത്ത് അവിടെയും കൃഷി ചെയ്തവരുണ്ട്. അവർക്ക് ഒത്തിരി നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ ഈ നഷ്ടപ്പെട്ടു പോയത് ഇനിയിപ്പം എന്ത് ചെയ്യാൻ പറ്റും? എന്താണ് ഇപ്പം സാർ വിളിക്കുമ്പോൾ ഞാൻ കൃഷിഭവന്റെ അവിടുന്ന് വിളിച്ചു പറഞ്ഞ മുഖേന ഞാൻ അക്ഷയ കേന്ദ്രത്തിൽ പോയി എയിംസ് സ്പോട്ടിൽ ഇതിന്റെ ഇത് ചെയ്യുമായിരുന്നു. നമ്മൾ ഇതിന്റെ അപ്ഡേഷൻ കൊടുക്കുമായിരുന്നു ഇതിന്റെ കാര്യങ്ങളെല്ലാം. പക്ഷെ അതൊക്കെ എന്ന് കിട്ടുമെന്നതിൽ തുച്ഛമായ ഇതാണ്. ഒരു ഏത്തക്കൊല ആയി വിളഞ്ഞ് നമുക്കൊരു കൊല ഒരു 10 കിലോയുടെ നേന്ത്രക്ക വിളഞ്ഞ് കിട്ടിയാൽ മാർക്കറ്റ് 60 രൂപ വിലയുണ്ടെങ്കിൽ നമുക്ക് ഊഹിക്കാം ഒരു 600 രൂപ കിട്ടും. പക്ഷെ ഇൻഷുറൻസ് ചെയ്ത് ഈ കൊലയ്ക്ക് എനിക്ക് കിട്ടുന്നത് ചിലപ്പോൾ 80 രൂപ 90 രൂപയാണ്. ഇത് നമ്മൾ 5-6 വളം ചെയ്യുന്ന ഇപ്പോഴത്തെ പണികൂലി ഒരു ലേബറിന് 1000 രൂപയാണ്. അങ്ങനെ എത്ര ലേബറെ വെച്ച് ഇത് 9 മാസം ഒരു കൊല വിളയണേൽ മഴയ്ക്ക് മുമ്പ് നല്ല വരൾച്ചയായിരുന്നു. ഞാൻ അതിനാണ് പമ്പ് ഉണ്ട്, ഇവിടുന്ന് ഒരു കിണറുണ്ട് നമ്മുടെ ഫ്രീ ആയിട്ട് തന്ന അവിടുന്ന് എൻ്റെ മോട്ടർ വെള്ളത്തിൽ നിന്ന് മോട്ടർ വെച്ച് ഞാൻ ആ വറവ് സമയത്ത് മൊത്തം വെള്ളം ഒഴിച്ചില്ല. ഈ വാഴ ഇങ്ങനെ ഈ സമയത്ത് കൊലക്കത്തില്ലായിരുന്നു. കാരണം 3 മാസം ജനുവരി ഫെബ്രുവരി മാർച്ച് 3 മാസം കഠിനമായ വരൾച്ചയായിരുന്നു. ആ സമയം വളം ഇട്ട് കൊടുത്താൽ ഈ നമുക്ക് ഓണ വിപണി പ്രതീക്ഷിച്ച് അപ്പൊ ആ കൊലയ്ക്കണം ആ പ്രതീക്ഷിച്ചാണ് നമ്മൾ വെള്ളവും വളവും കൂടെ കൊടുത്താണ് ഇതിനെ കൊണ്ടുവന്നത്. പക്ഷെ എല്ലാം
കഷ്ടപ്പാടുകളും എല്ലാം നമ്മൾ ബാങ്കിൽ നിന്നൊക്കെ വായ്പയൊക്കെ എടുത്തിട്ടുണ്ട്. കാർഷിക ലോൺ നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മൾ കേരള ബാങ്കിൽ നിന്ന് നമ്മൾ കാർഷിക ലോൺ എടുത്തിട്ടുണ്ട്. നമ്മൾ ഇത് കിട്ടിയിട്ട് വേണം അതിന്റെ ഇൻട്രസ്റ്റ് അടച്ച് അതിനെ നമ്മൾ മെയിൻസ് പോകണം എന്നുള്ള കണക്ക് കൂട്ടത്തിലായിരുന്നു നമ്മൾ ചെയ്തത്. എല്ലാം താറുമാറായി. ഈ 18 സ്വന്തം സ്ഥലത്ത് തന്നെയായിരുന്നു? സ്വന്തം എന്റെ വീടിനോട് ചേർന്ന് എന്റെ ആറ്റുതീരാണെങ്കിലും അവിടെ ആയിരുന്നു. അത് അന്നും ഞാൻ 400 ഏത്തവാഴയോളം വെച്ചായിരുന്നു. അത് മൊത്തം അതുപോലെ അതിന്റെ അന്ന് വന്ന സർക്കാർ ഇതുപോലെ എല്ലാവരും വന്ന് കണ്ട. പക്ഷെ അതിന്റെ പ്രളയത്തുക ഒരു 2019-20 എനിക്ക് ചെറിയൊരു അംശം കിട്ടിയത്. ഇതിപ്പോ പാട്ടിനടുത്ത സ്ഥലവും പിന്നെ ചുറ്റും മതിലും ഒക്കെ ഉള്ളപ്പോ ഈ പന്നിയും മറ്റു അത് തന്നെ മെയിൻ. അത് പറയാനുണ്ട്. ഞാൻ ആ കൃഷി ചെയ്തിടത്ത് പന്നിശല്യം ആയി തുടങ്ങി. അപ്പൊ അവിടെ ഒന്നും വെച്ചാൽ തെങ്ങ് വെച്ചാൽ പോലും കിട്ടുന്നില്ല. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ മതിൽ കെട്ടിയ സ്ഥലം കിട്ടണം, അതുപോലെ വെള്ളം വേണം, നീർച്ചാൽ വേണം. കാരണം കൃഷിക്ക് അങ്ങനെ അനുയോജ്യമായ ഒരു കരക്കണ്ടം വേണം. അങ്ങനെ വന്നതാണ് ഇത് ഒരു അമേരിക്കൻ ഒരു സ്ഥലമാണ്. അപ്പൊ എന്നോട് പറഞ്ഞ് ഇത് ചെയ്തോളൂ, കാട് കയറാൻ നിങ്ങൾക്ക് ചെയ്തോളാൻ പറഞ്ഞു. അപ്പം എനിക്ക് പുന്നക്കമല്ല ഒരു അച്ഛനുണ്ട്, അച്ഛൻ്റെ കിണറ്റിൽ നിന്ന് വെള്ളം എടുത്തോളാനും പറഞ്ഞു. അവിടെ ഇത് കാരണം അങ്ങനെ ഞാൻ എടുത്താണ്. ഈ പന്നി കയറാതിരിക്കാനാണ് മെയിൻ നോക്കുന്നത്. 4 സൈഡും മതിലുള്ളത് കൊണ്ട്. അതുകൊണ്ടെല്ലാം നോക്കി ഇത്രയും വരെ നമ്മൾ മല്ലടിച്ച് ഇവിടെ വരെ വന്നപ്പം ഇത് തീരാ നഷ്ടമായിട്ട് പോയി എല്ലാം. എല്ലാം ഈ കോഴഞ്ചേരി പഞ്ചായത്തിലെ മറ്റു വാർഡുകളിലൊക്കെ ഉണ്ടോ ഇത്? അതോ ഈ ബ്ലോക്കിലും ഒക്കെ ഉണ്ട്. എവിടെയൊക്കെയാണ്? കൃഷിയുണ്ട്. ചെറുകോലുണ്ട്, മല്ലപ്പുശ്ശേരി ഉണ്ട്. മല്ലപ്പുശ്ശേരി ഭയങ്കരമാണ്. മല്ലപ്പുശ്ശേരിയിലുണ്ട്. ആറന്മുള ഞാൻ കഴിഞ്ഞ ദിവസം MLA പോയപ്പോൾ അവിടെ മൊത്തം തകർന്ന് കിടക്കുകയാണ്. അവിടെ നെൽപ്പാടങ്ങളും കൃഷിയിടങ്ങളും എല്ലാം വെള്ളം കയറി നശിച്ചു പോയി. അതുപോലെ നമ്മുടെ മൂന്നാമത് കൊച്ചുമോൻ എന്ന് പറഞ്ഞ നല്ലൊരു കൃഷിക്കാരനാണ്. സർക്കാരിന്റെ അവാർഡ് വരെ കിട്ടിയിട്ടുള്ള കൊച്ചുമോൻ ഇതുപോലെ പാട്ടത്തിനും എല്ലാ സ്ഥലവും എടുത്ത്. അങ്ങനെ കൊച്ചുമോനും ഒത്തിരി സ്ഥലം പോയിട്ടുണ്ട്. എല്ലാം ഓണം വിപണിയെ ലക്ഷ്യമാക്കി അതെ, എല്ലാവരും ഞങ്ങളെല്ലാം ഓണത്തിനാണ്. അല്ലാത്ത നേന്ത്രക്കായ്ക്ക് വില കിട്ടത്തില്ല. അല്ലാത്ത 30 രൂപ. ഈ തമിഴ്നാട്ടിൽ നിന്നുള്ള കൊല വരുമ്പം ഇതിന്റെ മാർക്കറ്റ് അങ്ങ് ഇടിയും. അവിടെ അവർ 5 കിലോ 100 രൂപയ്ക്ക് കൊടുക്കും, ഇല്ല 3 കിലോ 100 രൂപയ്ക്ക് കൊടുക്കുമ്പോൾ നമ്മുടെ നാടൻ കായ്ക്ക് വില ഇല്ലാതായി പോകും. പക്ഷെ ഇപ്പം തമിഴ്നാട്ടിൽ നിന്നുള്ള കൊലവരവില്ല, നമ്മുടെ നാടനായി വരുന്നുണ്ട്. അപ്പൊ ഇപ്പം 90 രൂപ 100 രൂപ നേന്ത്രക്കായ്ക്ക് ഇപ്പം വിലയുണ്ട് മാർക്കറ്റിൽ. അങ്ങനെ അശോക് ഗോപിനാഥിനെ പോലെ നിരവധി യുവാക്കളുടെ സ്വപ്നമാണ് ഒറ്റ രാത്രി കൊണ്ട് ഈ പത്തനംതിട്ട ജില്ലയിലും സമാനമായി മറ്റ് ജില്ലകളിലൊക്കെ പെയ്തിറങ്ങിയ പെരുമഴയും മിന്നൽ ചുഴലിയും കാറ്റുമൊക്കെ ജീവിതത്തിന്റെ സ്വപ്നങ്ങൾ തകർത്ത് കടന്നുപോയത്. ഇവരുടെ കൈപിടിച്ചുയർത്താൻ സർക്കാരിനോടൊപ്പം തന്നെ വിവിധ സംഘടനകളും പ്രവർത്തനങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെങ്കിൽ ഇവർ ചേർത്ത് വെച്ച ഈ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ ഇവരിനിയും ആരുടെ മുമ്പിലാണ് കൈ നീട്ടണമെന്ന് അറിയാത്ത നിസ്സഹാവസ്ഥയിലാണ് ഈ ചെറുപ്പക്കാർ ഉൾപ്പെടെയുള്ള സമൂഹം നിൽക്കുന്നത്. 6 മാസങ്ങൾക്ക് മുമ്പ് കടുത്ത വരൾച്ചയായിരുന്നു. അതിനുശേഷമാണ് അപ്രതീക്ഷിതമായിട്ടുള്ള ഈ മിന്നൽ പ്രളയവും മിന്നൽ ചുഴലിയും കാറ്റും ഒക്കെ. ഇവർ സ്വന്തം വരുമാന മാർഗം, പൊതുപ്രവർത്തനോടൊപ്പം തന്നെ സ്വന്തം വരുമാന മാർഗം കണ്ടെത്തുന്നതിനുള്ള ഒരു വേളയിലാണ് ഈ പെയ്ത മഴ ഈ സ്വപ്നങ്ങൾ തകർത്ത് കടന്നുപോയത്. സർക്കാരും സന്നദ്ധ സംഘടനകളും ഇവരെ ചേർത്ത് പിടിക്കുന്നുള്ള വിശ്വാസത്തിലാണ്. ക്യാമറമാൻ പ്രദീപ് അങ്ങാടിക്കലിനൊപ്പം പ്രസാദം ജെ, കേരള വിഷൻ ന്യൂസ്, പത്തനംതിട്ട.